എന്റെ പൊന്നി കാശ് നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ ഇത് കാണണം കേട്ടോ. കുറെയൊക്കെ വാളിത്തരങ്ങൾ കാണാം, കുറച്ച് വാളിത്തരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളിന്ന് അക്കയുടെ കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒക്കെ നല്ല രീതിയിൽ ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കണ്ടു നോക്കുക. ഡെയിലി കുളിക്കണം കേട്ടോ, പറ്റത്തില്ല. എടാ എന്തുവാണ് ബിഗ് ബോസ് ബാത്റൂം ഇല്ലേ ഡെയിലി കുളിക്കാൻ? അതോ ആൾക്കാരുടെ തിരക്കാണോ? എന്തുവാ പറ. ബിഗ് ബോസ് മോശമായിപ്പോയി. നിങ്ങൾ ബാത്റൂം കുളിക്കാൻ കൊടുക്കാൻ മോശമായിപ്പോയി. ജാസ്മിനൊക്കെ പിണങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നിരാടേ കുളിക്കത്തുള്ളൂ, എനിക്ക് വയ്യ ഡെയിലി കുളിക്കാൻ. പുള്ളിക്കാരിക്ക് താല്പര്യമില്ല ഡെയിലി കുളിക്കാൻ, അപ്പോൾ നമുക്ക് പുള്ളിക്കാരെ നിർബന്ധിക്കേണ്ട. പക്ഷേ എന്നാൽ ഈ ചൂടത്തൊക്കെ എങ്ങനെ സാധിക്കുന്നില്ല ഈ ഡെയിലി കുളിക്കാൻ? മനുഷ്യൻ 2-3 പ്രാവശ്യം കുളിച്ചപ്പോഴും ഇവര് മനസ്സിലാക്കുന്നില്ല, വീർക്കത്തില്ല. എനിക്ക് ഡെയിലി കുളിക്കാം. ഞാൻ ഒന്നിരാടം എത്ര നാൾ കുളിച്ച് ശീലിച്ചിട്ടുള്ള, പിന്നെ ഞാൻ എന്തിനാ ഡെയിലി കുളിക്കുന്നത്? ജനിച്ചതിന് ശേഷം ഒന്നിരണം അതല്ല അക്ക, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അത് ജാസ്മിനൊക്കെ കുളിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. പുള്ളിക്കാരി ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. മനസ്സിലായി? ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഡ്യൂറബിലിറ്റി അറിയുന്നുണ്ട്, എത്ര നാളൊക്കെ നിൽക്കും, അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നിട്ട് പോകുന്നൊക്കെ അറിയണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ കുളിക്കാനുള്ള മടി കൊണ്ടോ വരുന്നുണ്ട്, വീട്ടിൽ വെള്ളമില്ലാത്തത് കൊണ്ടോ വരുന്നുണ്ട്, ബിഗ് ബോസ് ബാത്റൂം ഇല്ലാത്തതുകൊണ്ടോ അല്ല ഗൈസ്. നിങ്ങളൊന്ന് മനസ്സിലാക്കും ഗൈസ്. പിന്നെ എൻ്റെ ഞാൻ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പേഴ്സണലി നിങ്ങളെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സ്മെല്ല് വരുന്നത് നിങ്ങൾക്ക് അത് ഭയങ്കര ഇതായിട്ട് തോന്നുകയോ? കണ്ട ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ. പെർഫ്യൂമിന്റെ കിട്ടുന്ന സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി കാണും. പിന്നെ അതുപോലെ തന്നെ അല്ല കിട്ടുന്ന സോപ്പ് കാര്യങ്ങൾ 2 ദിവസമൊക്കെ മണം നിൽക്കുന്ന സോപ്പൊക്കെ കാണുമായിരിക്കും. ഒക്കെ ആയിരിക്കും. അക്ക ബിഗ് ബോസിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഈ ബ്രാൻഡിന്റെ പേര് പറഞ്ഞായിരുന്നെങ്കിൽ കുറെ കൂട്ടുകാരൻ തന്നെ അവന്മാർ കുളിക്കുന്നില്ല, അവന്മാർക്ക് കൊടുക്കാനും എന്തായാലും ഒക്കെ കുളിക്ക് ചൂട് പോകത്തില്ലല്ലോ ഒക്കെ ഇതൊക്കെ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങളെ എന്തെങ്കിലും മറ്റേ വീർത്തിട്ട് വന്ന് കെട്ടിപ്പിടിക്കുക അങ്ങനൊന്നും ഇല്ലല്ലോ. ഒരു രീതിയിൽ നിങ്ങൾ എഫക്ട് ചെയ്തില്ലല്ലോ. എപ്പോഴും ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് തന്നെയല്ലേ നടക്കുന്നത്. കണ്ടാ പ്രൊഡക്റ്റിന്റെ ഗുണം അക്ക യൂസ് ചെയ്യുന്നില്ല. ക്ലീൻ ആൻഡ് ഫ്രഷ്, ക്ലീൻ ആൻഡ് ഫ്രഷ്, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അക്ക എന്തായാലും അക്ക കുളിക്കുന്ന കാര്യം നമുക്ക് എന്തായാലും തീരുമാനമായിട്ടുണ്ട്. ഇനി നേരത്തെ അക്കയുടെ വേറെ സംഭവം അത് നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ അക്ക ഫാനായി പോകും. നിങ്ങൾ ഒരു സെക്കൻഡ്, രാവിലെ ചായ ഉണ്ടാക്കിയതാരാ? ചായ വളരെ മോശമായിരുന്നു. അപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമ്മളെ കണ്ടുള്ളൂ ടേസ്റ്റ് കൂടിട്ടത്. അയ്യേ എടാ മഹാഭാവി മിണ്ടാതെ എഴുതുകൊണ്ടായിരുന്നോ? എങ്ങനെ സാധിക്കുന്നത്? കഫമൊക്കെ വീണ ചായ എങ്ങനെ കുടിയും കഴിച്ചു വരും? നമ്മൾ മാത്രമേ കണ്ടുള്ളത്. ലോകത്ത് അവര് മാത്രമേ ഉള്ളൂ കാണാത്തത് ഇതിന്റെ പ്രിവ്യൂ. ബാക്കി എല്ലാരും കണ്ട്. എന്നാലും എടാ മഹാഭാവി മിണ്ടാതെ എഴുതാൻ പോരായിരുന്നോ? നല്ലത് കിട്ടിയില്ലല്ലോ, തുപ്പല് വീണത് കിട്ടിയാല് പോട്ടൻ. അവരത് വേണം ആവശ്യം. ഞാൻ എന്നാലും ജാസ്മിനൊക്കെ ഇങ്ങനെ റിവെഞ്ച് ചെയ്യുമ്പോഴേ നല്ല ചായ വേണോ കൊണ്ടുതരാമെന്ന് തുപ്പിയിട്ട് ഇനി നാളെ ഇനി ആഹാരം ഉണ്ടാക്കുന്നതിന് ഇനി എന്തൊക്കെ ഇനി വല്ല ലിപ്സ്റ്റിക്ക് വരെ ഇട്ടോട്ട് കൊടുക്കുമോ? ഇനി തക്കാളിക്ക് തരും കറിക്കകത്തൊക്കെ പറയാനില്ല. അവരെ തുപ്പലൊക്കെ തെറിച്ച ചപ്പാത്തിയാണെന്ന് എല്ലാരും തിന്നുണ്ടത്. അയ്യേ തുപ്പല് തെറിച്ച ചപ്പാത്തി തിന്നുന്ന അവസ്ഥ ഒന്ന് ആലോചിങ്ങള്. അവസ്ഥ ഒന്നും പറയാനില്ല. എന്നാലും അക്ക നൈസാണ്, നല്ല വീറും വൃത്തികളൊക്കെ അതെനിക്ക് മനസ്സിലായി. കുളിക്കത്തില്ല, നരയ്ക്കത്തില്ല, നല്ലവര് ചായക്കകത്ത് തുപ്പുക. പിന്നെ വേറെ എന്തുവാ ചപ്പാത്തിക്കകത്ത് തുപ്പുക എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പറയാം, ഞാൻ എന്റെ ഒരു അന്നത്തേണ് അല്ല ഇപ്പൊ ഞാൻ ചോറുണ്ടെങ്കിൽ ഞാൻ ചോറുന്നുള്ളൂ രാത്രി. അവർക്ക് ചപ്പാത്തി വേണ്ട, ചോറ് മതി എന്നാണ് പറയുന്നത്. വിശപ്പുണ്ട്, പക്ഷെ ഉപ്പന് മേടിച്ചിറക്കാൻ പറ്റുന്ന അവസ്ഥ ഇതായിരിക്കും. ബിഗ് ബോസ് എന്തൊരു 4 പരിപാടിയാണ് കാണിക്കുന്നത്. അല്ല എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. എടാ നിങ്ങൾക്ക് ചപ്പാത്തിക്ക് തുപ്പലാണ് നിങ്ങൾ കൊടുക്കുന്നത്. മര്യാദ നിങ്ങൾക്ക് എന്തിനും മനുഷ്യനിങ്ങള്. അതാ ഞാൻ എന്തോത്തിന്റെ ഭൂപടമാണ് ഗൈസ്. എന്തായാലും ഇന്ത്യയുടെ അല്ല, വേറെ ഏതോ രാജ്യത്തിന്റെ ഭൂപടമാണ് ഗൈസ്. ചപ്പാത്തിയൊക്കെ സൂപ്പർ ആയിട്ടറിയാം. വീട്ടിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ചേച്ചിയാണ് തോന്നുന്നു കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്നൊക്കെ യമുനേച്ചി ചപ്പാത്തി കുഴച്ചപ്പോ ഞാൻ നല്ല വൃത്തിയിൽ ചപ്പാത്തി കുഴക്കണല്ലോ, നന്നായിട്ട് ചപ്പാത്തി കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഉരുട്ടണ വേറെ ആൾക്കാര് ഉരുട്ടി
ഉരുട്ടുന്ന ആൾക്കാരെ നല്ല വിശ്വാസമായിട്ടാണ് അതുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നത്. പക്ഷെ ചായക്കകത്ത് തുപ്പി ചപ്പാത്തിക്കകത്ത് ഇനി നക്കുവോ പരത്താൻ തുടങ്ങി. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ഇല്ലടാ, സത്യമായിട്ടും ഇല്ല. ഇല്ല കേട്ടോ, ഒന്നും ചെയ്തില്ല കേട്ടോ. കഷ്ടപ്പാവം പിടിച്ച ചേച്ചി. ആ ചേച്ചി എല്ലാവർക്കും നല്ല വിശ്വാസം, നല്ല സ്നേഹമാണ്. തക്കട് മുത്ത ചക്കര മുത്തേന്നാ പറയുന്നത്. ഒന്നും സമ്മതിക്കണം. ഞാൻ എല്ലാരും ഇവിടെ ഇത്ര പേരല്ലേ ഉള്ളൂ, എല്ലായിടത്തും മിണ്ടണം, എന്തിനാണ് വെറുപ്പ് മനസ്സിൽ വെക്കുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടായിരിക്കും. ആ ചേച്ചിയുടെ നിങ്ങളത് കാണണം, വെറുപ്പൊന്നും മനസ്സിൽ വെക്കാതെ ആ പെരുമാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം ഗൈസ്. നിങ്ങൾ ബിഗ് ബോസ് കാണണം, കാരണം നിങ്ങളും അനുഭവിക്കണം ഈ സാവാരം. നിങ്ങളും കണ്ട് നിങ്ങളും അനുഭവിക്കണം. എങ്കിലേ അവർക്ക് പൈസ കിട്ടും. ബാക്കി നോക്കുന്നത് എന്നും പറഞ്ഞ് എന്ത് തൊണ്ടയില്ലായ്മ എന്നെ പറയാന്ന് ഒരു തെണ്ടികളും വിചാരിക്കണ്ട. നല്ല സംസ്കാരമുള്ള വീട്ടിലെ ചേച്ചിയാണ് തോന്നുന്നു കേട്ടോ. ഞാൻ ഈ ചേച്ചി സത്യം പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ബഹുമാനം കൂടുതലുണ്ടെന്നും അല്ല, വായി ചേച്ചി ഇത് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു. എന്നാലും ഈ അക്കച്ചി എന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്നാലും എൻ്റെ അക്കച്ചി ഇത് ഏത് ജില്ലയിൽ നിന്ന് വരുന്നത്? ജില്ലക്കാരുടെ പേര് കളയല്ലോ ഇവരൊക്കെ. ആലപ്പുഴ ജില്ലയിലല്ല, അതെനിക്കറിയാം. തിരിച്ച് ഞാൻ വല്ലൊക്കെ വിളിച്ച് പറഞ്ഞ ഇവിടെ വലിയ കോച്ച് കളി നിൽക്കുന്നവരൊക്കെ അടങ്ങി ഒന്നാക്കി പിരിവിട്ടിരിക്കും. എനിക്ക് വയ്യ, അന്നാക്കി പിരി വെട്ടി. ആരും മിണ്ടുന്നില്ല. അക്ക പേടിച്ച് ഭയന്ന് അണ്ണന്മാരൊക്കെ പേടിച്ച് എന്ത് ഒന്നകളാണ് ആലോചിക്കുന്നത്. പക്ഷേ എന്നാലും ആളല്ലേ പറഞ്ഞു ഇത്രയും ആട്ടിയോട് വിട്ടായിരിക്കേ. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അക്ക ആട്ടിയിട്ട് പോയിട്ട് ഇവരൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറയട്ടാ, ഒരു തണ്ടയില്ലാത്ത പെണ്ണും ഇവിടെ വിചാരിക്കണ്ട. അതാണ് പോയിട്ട് ആമ്പിളാരുണ്ട് കേട്ടോ ഇതിനകത്ത് കേട്ടോ. ആമ്പിളാരുണ്ട്, ഞാനത് അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ എന്നാലും അക്കയ്ക്ക് എന്നാലും കുറച്ചും കൂടെ വേണമായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചതിന്റെ 2.5 കിലോ അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നു. അപ്പം ഗൈസ്, നമ്മുടെ ജാസ്മിൻ ജാഫറൊക്കെയുടെ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ്സ് ഇത്രയുമാണ്. നമുക്കിനി അക്ക ഇനിയും പുതിയ നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അക്കയുടെ മാത്രം ഞാൻ വേണ്ടിയിട്ട് കാണുന്നുള്ളൂ ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം സംഭവങ്ങളൊക്കെ ലോഡിങ് ആണ്, വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ പറ്റണമെന്നുണ്ടെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിച്ച് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുന്നു, കമൻറ്റൊക്കെ ചെയ്യുന്നു. അപ്പം അക്കൊക്കെ ഒരു കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല, മേക്കപ്പ് സാധനം തെച്ചോണ്ട് നടക്കുവാണോ? അയ്യോ, എന്നാലും അല്ല ചൊറിയോ ഫംഗലോ അതിൽ കാണും നടക്കണ്ടേ. ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇങ്ങനെ എല്ലാം കൊണ്ടുവരുന്നു. ശരി, ബൈ.